ഹലോ. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ ഈ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ലീഫി ആയിട്ടുള്ള നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം ഒരു സ്ഥലത്ത് കയറിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള പ്ലാന്റ്സ് ഒന്നും കണ്ടില്ല. അങ്ങനെ ഇതേ ഞങ്ങൾ തൃശ്ശൂരുള്ള എന്താ പറയുക, കൈരളി അഗ്രികൾച്ചർ ഫാമിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു വീട്ടിനുള്ളിൽ തന്നെ അവർ വളർത്തുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സുമാണ് നോക്കിയിരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഇപ്പോൾ കുറച്ച് കുറവെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതിന്നും രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് തൽക്കാലം കൊണ്ടുപോകാനായിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, ലീഫി ആയിട്ടുള്ളതും അല്ലാതെ. പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവർ നമുക്ക് നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കെയറിങ്ങിൻ്റെ കാര്യമൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് സൺലൈറ്റ് ഉള്ള ഒരു ഭാഗത്ത് വെക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ആവശ്യത്തിനുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്ര പ്ലാന്റ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കൂടുതൽ നോക്കിയത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ട് അല്ലാത്തതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കവുങ്ങ് പോലത്തെ ഒരു ചെടി കാണിച്ചില്ലേ, കുറച്ച് പൊക്കുള്ളത്, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിയിൽ തൊണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് വെയിറ്റും കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അവിടെ നിന്ന് വാങ്ങിയ തന്നെ ആ ചട്ടിക്കകത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഡോറായിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് പെബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ദേ നമ്മൾ കൊണ്ടുവന്ന ആ പ്ലാന്റ് അതിനുള്ളിൽ ഇറക്കി വെച്ച് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത അടിപൊളി സംഭവം അതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറെ വളവും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പോൾ എവരി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ ഒന്ന് വെയിൽ ഒളിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. കാരണം ഇൻഡോർ ആയിട്ട് വെക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ കഥ. ഓക്കെ, ബൈ.